Assalamualaikum, hi friends, welcome to my channel. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് നല്ലൊരു കുറുമയുടെ റെസിപ്പിയാണ്. എഗ്ഗ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കുറുമയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു മസാല ആവശ്യമായിട്ടുണ്ട്. അതിനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 2 ഏലക്കയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം കറുകപ്പട്ടയാണ് ഞാൻ ചേർക്കുന്നത്. അതുപോലെ 2 ഗ്രാമ്പും. അപ്പോൾ ഈ ഒരു മസാലയുടെ അളവ് നിങ്ങൾ ഇങ്ങനെ തന്നെ എടുക്കാൻ നോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. പിന്നെ ഒരു മീഡിയം സൈസിലുള്ളൊരു സവാള ചെറുതായിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തതാണ്, അതും കൂടെ ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. ഇതിൽ നമ്മൾ ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല, അതുപോലെ തന്നെ തേങ്ങയൊന്നും വരുന്നില്ല. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ബദാമാണ്. ബദാം നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ അളവ് പറയുകയാണെങ്കിൽ ഞാനൊരു കൈപ്പിടി, അതായത് നമ്മുടെ ഒരു 1/4 കപ്പ് അളവിൽ ചേർത്താൽ മതിയാവും. അപ്പോൾ അതും കൂടി ഇട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ആവശ്യത്തിനുള്ള മുട്ട ഞാനൊന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി വേറൊരു പാനിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതുപോലെ തന്നെ ഒരു സവാള ഞാനൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്കൊന്ന് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് ചപ്പാത്തി, അതുപോലെ ഇടിയപ്പം, അപ്പം ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇതുവരെ നമ്മൾ എരിവിനായിട്ട് ഒന്നും തന്നെ ചേർത്തില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 3 പച്ചമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകാണ്. ഒരു 3 പച്ചമുളക് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി അതുപോലെ മീഡിയം സൈസിലൊരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 3ഉം കൂടെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് 3ഉം നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം മുളക് പൊടിയുടെ അളവ് അതിൽ കൂടേണ്ട, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എരിവ് നല്ല രീതിയിൽ, ഇത് അത്യാവശ്യം എരിവ് കിട്ടും. നമുക്ക് ചപ്പാത്തി അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാനായിട്ടുള്ള അത്യാവശ്യം നല്ല എരിവ് ഉണ്ടാവും ഇതിന്. അപ്പോൾ അതിൽ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളകിൻ്റെ അളവ് കൂടി ചേർക്കുക. അപ്പോൾ അതും കൂടെ മുളക് പൊടി ആദ്യം ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്നത് നല്ല തിക്കായിട്ട് തന്നെയുള്ളൊരു ഗ്രേവിയാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. എത്രയാണോ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടുള്ള വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. മുട്ട ഞാൻ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ ഗ്രേവി അതിനുള്ളിലേക്ക് നന്നായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത ശേഷം ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയിലയ്ക്ക് പകരമായിട്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില വേണമെങ്കിലും ഉപയോഗിക്കാം. രണ്ടും 2 ടേസ്റ്റാണ്. എന്നാലും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 3-4 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വിടാം.
ഇത് പെട്ടെന്ന് തന്നെ തിക്കായി മാറും ഈ ഗ്രേവി. നമുക്ക് ഒരുപാട് സമയം ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ കറി നമുക്ക് റെഡിയായി കിട്ടും. അതുപോലെ തന്നെ വളരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉള്ളൊരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു എഗ് കുറുമയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇതിനു മുമ്പ് നമ്മൾ വെജിറ്റബിൾ കുറുമ അതുപോലെ തന്നെ മഷ്റൂം കുറുമ ഇത് രണ്ടിൻ്റെ വീഡിയോയും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കാണുക. പുതിയൊരു നല്ല വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.